ഞാനിന്നേ ഞങ്ങളെ വീട്ടിലെ കൃഷികൾ അതേപോലെ തന്നെ തൈകൾ ചെടികൾ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താം. കുറച്ചൊക്കെ കൃഷികൾ ഞങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട്. എൻ്റെ ഭാര്യയാണ് മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഞാനതിനെ നനക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ കുറച്ച് കൃഷികളൊക്കെ കാണിക്കാം. ഞങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങളെ ഫ്രണ്ട് സൈഡിലുള്ളത് ഇതുപോലുള്ള നാല് മരങ്ങളാണ്. അതായത് ഒന്നാമത്തെ ഈ മരം അബിയു എന്ന് പറയുന്ന ഫ്രൂട്ടാണ്. ഇതിൻ്റെ കായ് ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലൊരു തെങ്ങുണ്ട്. ഈ തെങ്ങിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ പിന്നെ ഒരു പ്ലാവുണ്ട്. പ്ലാവിൽ ഇതുവരെ കായ്ച്ചിട്ടില്ല. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നട്ടതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞു. പിന്നെ മാവ് ഇത് ഞങ്ങൾ ഇവിടെ ആസ്വാമി കഴിഞ്ഞ ഉടനെ തന്നെ എടുത്താണ്. 5 വർഷമായിട്ട് ഞങ്ങൾ കുഴിച്ചിട്ട സംഗതിയാണ്. പക്ഷേ ഇതുവരെ അതിലുണ്ടായിട്ടില്ല. ഇപ്പം ചെറിയ രീതിയിൽ ഒന്ന് കാണിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ഒരു മാങ്ങ ഇപ്പം ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പൂവുകളൊക്കെ ഉണ്ട്, ഇനി ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പിന്നെ ചിക്കു ഏതായാലും സക്സസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇഷ്ടം പോലെ ഇതിൽ ചിക്കു ഉണ്ടാവാറുണ്ട്, ഏത് സമയത്തും ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും കണ്ടോ ഒരുപാട് ചിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുക്കും, എന്നിട്ട് ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യും. ഈ കാണുന്നത് ആണ് നമ്മൾ കമ്പം എന്നൊക്കെ പറയുന്ന പോപ്കോൺ ഉണ്ടല്ലോ, പോപ്കോൺ. ഇതിൻ്റെ ചെറിയൊരു കുറച്ച് തൈകൾ, ഒരു 5-8 തൈകൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യം വിചാരിച്ചു ഈ കാണുന്ന ഈ പൂവ് ഇട്ടപ്പം വിചാരിച്ചു ഞങ്ങൾ ഇതാണ് കമ്പം, പക്ഷേ അതല്ലായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ ഒരു ചെടിയിൽ കമ്പം ഉണ്ടാകുന്നുണ്ട്. കാണുമ്പോൾ ഒരു സന്തോഷം. ഇത് തക്കാളി ചെറിയ രീതിയിൽ 1-2 അതിൽ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മളെ ഷോപ്പിലൊക്കെ കിട്ടുന്ന ഉണ്ടമുളക് എന്ന് പറഞ്ഞ സാധനമല്ലോ, ഉണ്ടമുളകാണ്. ഇതൊക്കെ തൈ വെക്കുന്ന സമയത്ത് ഏത് മുളകാണെന്നൊന്നും നമുക്കറിയില്ല, പക്ഷേ ഉണ്ടായി വരുമ്പോഴാണ് ഓരോന്നും അറിയാം. മറ്റൊന്ന് ഇത് നമ്മളെ വഴുതനങ്ങയാണ്. വഴുതനങ്ങ ഇതിപ്പോൾ 2 ഇതിന്മേൽ ഉണ്ടായി കാണുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മളെ ചാമ്പക്ക എന്ന് പറയുന്ന സാധനം. ഇത് കുറേ നമ്മളെ വീട് ഇവിടെ കുടിയിരുന്ന ആ സമയത്ത് തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൽ നേരത്തെ ചിക്കുവിനെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടം പോലെ കായ്കൾ ഏത് സമയത്തും ഉണ്ടാവും. ഇതിൻ്റെ സീസൺ സമയത്ത് വളരെ കൂടുതലായിട്ട് ഇതിന്മേൽ ഉണ്ടാവാറുണ്ട്. ഇത് പിന്നെ റംബുട്ടാൻ ഇതുപോലെ തന്നെ ഇഷ്ടം പോലെ സീസൺ സമയത്ത് ഈ മരത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മളെ ചക്കരക്കിഴങ്ങ് എന്ന് പറയുന്ന ആ കിഴങ്ങിൻ്റെ തൈയാണ്. ഇത് ഉണ്ടാവുന്നുണ്ട്. ആദ്യം കുഴിച്ചിട്ട സമയത്ത് ഇത്ര ഒന്നും ഇല്ലായിരുന്നു, ചെറിയ രീതിയിലുള്ള സംഗതിയാണ് ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മളെ കപ്പ ഇതെൻ്റെ ഷോപ്പിലെ ഇക്ബാൽക്ക് എനിക്ക് തന്നതാണ്. നന്നായിട്ടുണ്ടാവുമെന്ന് പറഞ്ഞ് കുഴിച്ചിട്ടതാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് നോക്കാം, ഉണ്ടാവുമെന്ന് നോക്കാം നമുക്ക്. ഈ കാണുന്നതാണ് ബട്ടർ മരം. ബട്ടർ കുറേ വർഷങ്ങൾ മുമ്പ് കുഴിച്ചിട്ടതാണ് നമ്മൾ, പക്ഷേ ഇതുവരെ അത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2 ദിവസം മുന്നേ നോക്കുമ്പോൾ ചെറിയ പൂവുകൾ ഉണ്ടാവുന്നുണ്ട്. പൂവിട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇതേപോലുള്ള കുറേ കാര്യങ്ങൾ വീട്ടിൽ ചെടികളും തൈകളൊക്കെ ആയിട്ട് കുറേ ഉണ്ട്. ഇതൊക്കെ വൈഫാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഞാനിതിന് അത്ര താല്പര്യം എടുക്കാത്ത ആളാണ്. പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ, നനക്കുക, അതുപോലെ തന്നെ അതിനുള്ള വളങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇത് ഉണ്ടായി കാണുമ്പോൾ നമുക്കത് തിന്നാനോ അല്ലെങ്കിൽ പിന്നെ അതിൽ നിന്നും എന്തെങ്കിലും ഉണ്ടാക്കാനോ അങ്ങനത്തെ ഉദ്ദേശമൊന്നുമല്ല. പക്ഷേ കാണുമ്പോൾ ഒരു സന്തോഷം. ഏതായാലും കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.